ഹലോ, വെൽക്കം ടു ആര്യ ഷിജു വ്ളോഗ്സ്. അപ്പം ഞങ്ങളിതാ ഗോവയുടെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പോയി കാണാം. സ്ട്രീറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് കലങ്കോട്ട എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ആണ്. ഇതിപ്പോൾ പ്രനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് അറിയില്ല. ഞങ്ങളിത് മുകളിൽ വാങ്ങിച്ച് നോക്കിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ പോയി നോക്കട്ടെ. ഇവിടെ എല്ലാത്തിനും അത്യാവശ്യം നമ്മുടെ നാട്ടിലേക്കാളും കുറച്ചുകൂടി വില കൂടുതലാണ്. പിന്നെ ടീഷർട്ട്സൊക്കെയാണ് ചെറിയ റേറ്റിന് കിട്ടുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ലിക്കർ ഷോപ്പിൽ കയറിയതാണ്. നമ്മുടെ നാട്ടിലൊന്നും കയറി നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ കയറി ഒന്ന് നോക്കാമല്ലോ എല്ലാം എങ്ങനെ സെറ്റപ്പ് എന്നൊക്കെ. വൈനൊക്കെ ഉണ്ടെങ്കിൽ റേറ്റൊക്കെ നോക്കാമല്ലോ, പറ്റുവാണെങ്കിൽ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇവിടെ ഇതിനൊക്കെ നല്ല വില കുറവാണ്. എന്താ ഈ ഷോപ്പുകാർ നിങ്ങൾക്ക്? വള്ളിയോ വൈനോ? ഇവിടെ മദ്യത്തിനൊക്കെ ഭയങ്കര വില കുറവാണ്. ഈ പാസ്പോർട്ട് സ്കോച്ച് അപ്പൊ നമ്മുടെ നാട്ടിലോ? നാട്ടില് 3000 പുറത്തുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഒരു ലിക്കർ ഷോപ്പിലാണ്. ലിക്കർ ഷോപ്പിൽ നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ച് ഏറ്റവും ലോസ്റ്റ് പ്രൈസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ. അപ്പോ എന്താ പറയാ, എന്താ നീ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്? വൈൻ കിട്ടുകയാണെങ്കിൽ വാങ്ങണം അല്ലേ? ഞങ്ങളും അങ്ങനെ തന്നെയാണ്. ഞങ്ങളിത് ആ വൈന് സെർച്ച് ചെയ്ത് നടന്ന് ഞങ്ങൾക്ക് പറ്റിയൊരു ചെറിയ കുപ്പി വൈനും വാങ്ങി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പാക്കേജിൽ പോയിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ അവർ തന്നിട്ടുള്ള ഫുഡാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അവരെ പാക്കേജിൽ വരുന്ന എല്ലാ ഫുഡും നല്ല ഫുഡായിരുന്നു. അപ്പം ഞങ്ങൾ പുറമേ നിന്ന് സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ഒന്ന് വാങ്ങിയതാണ്. എല്ലാവരും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഹൈദരാബാദി ബിരിയാണിയാണെന്ന് തോന്നുന്നു വാങ്ങിയത്. അപ്പം ഞങ്ങളത് കഴിഞ്ഞിട്ട് നേരെ കലങ്കോട്ടെ ബീച്ചിൻ്റെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. ഫുൾ ലൈറ്റ് സെറ്റപ്പൊക്കെ ആയിട്ട് നമുക്ക് നല്ല രസമാണ് കാണാനൊക്കെ. ബീച്ച് സൈഡിൽ ബീച്ചിൽ കാറ്റൊക്കെ കൊണ്ടുകൊണ്ട് സീ ഫുഡൊക്കെ കഴിച്ചിരിക്കുക. നല്ല രസമുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വേറെ സൈഡിലേക്കൊക്കെ നടന്ന് നോക്കുകയാണ്. ഇതാ ഞങ്ങളൊരു സൈറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പിടിച്ച് കൊണ്ടുവന്നതാണ്. പിന്നെ അവരെ കാണുന്നില്ല. ഇപ്പം ഞങ്ങൾ എങ്ങനെയൊക്കെയോ പിടിച്ച് എത്തിച്ചതാണ്. അവൻ്റെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. അവിടെ ആയിരുന്നു ഫോട്ടോ സെക്ഷൻ. അപ്പോൾ ബീച്ച് സൈഡിൽ തന്നെ ഇവിടെ വെള്ളമടിക്കാനുള്ളൊരു സെറ്റപ്പും കൂടി ഇങ്ങനെ പുറത്തുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ടാറ്റൂ സെൻറ്റേഴ്സാണ്. അപ്പോൾ അങ്ങനെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ് ഗോവ എന്ന് പറയുന്നത്. സാറ്റർഡേ നൈറ്റ് ബസാർ. 11 മണിയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം. ഈ സമയത്ത് നമ്മളവിടെ ഒരു 7 മണിയൊക്കെ 8 മണിയൊക്കെ ആ റേഞ്ചിലുള്ള ആ ഒരു തിരക്കാണ് ഇവിടെ കാണുന്നത്. ഫുൾ ലൈറ്റ്സ് ഓണായിട്ട് നമ്മളവിടെ ആണെങ്കിൽ ഇപ്പം കടയൊക്കെ ഓഫാക്കി പോയിട്ടുണ്ട്. കടയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതാ ഇപ്പോഴും ഫുൾ ആൾക്കാർ വൈബ് ചെയ്ത് നിൽക്കുന്നത് ഈ സമയത്താണ് കേട്ടോ. അപ്പം ഞങ്ങളിതാ ഇവിടെ പബ്ബിലെത്തിയിരിക്കുകയാണ്. പബ്ബിൽ എന്താ പറയുക, ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫോണെടുത്ത് കേൾക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങളുടെ ഫോൺ ഇവിടെ പുറത്തെങ്ങാനും വെച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ വന്നിട്ട് എല്ലാവരും പബ്ബൊന്ന് കയറി കണ്ടു വന്നിട്ട് വേഗം ഇറങ്ങി. കുറച്ച് റിസ്ക് ആണെന്ന് തോന്നുന്നു. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവില്ല. നമുക്ക് നമ്മുടെ കയ്യിൽ പിടിച്ചാൽ കിട്ടാത്തതുകൊണ്ട് ഇവർക്ക് പേടിയും ആയതുകൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഫുൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ആ ബീച്ചിൻ്റെ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം. അപ്പം നല്ല രസമുണ്ട് അവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും. മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗോവയ്ക്ക് പോവുകയാണെങ്കിൽ എന്തായാലും ബാഗ ബീച്ചിൽ പോയിരിക്കണം. എന്തെങ്കിലും ഇതിനെ പറ്റി പറയാനുണ്ട്? എന്താ പറയണ്ടത്? എന്തെങ്കിലും പറഞ്ഞോളൂ. ഇതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സ്ഥലം വെച്ചാൽ വന്നത് ബാഗ ബീച്ചിലേക്കാണ്. ആ ബീച്ചിൻ്റെ സറൗണ്ടിങ് ആയ സ്ഥലങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഈ സ്ഥലങ്ങൾ പണ്ട് ഞാൻ വന്ന സമയത്ത്, ഞാനിപ്പോൾ കുറേ വരുന്നു, ഞാൻ ഗൈഡാണല്ലോ ഒബ്വിയസ്ലി. അപ്പോൾ വന്ന സമയത്തൊക്കെ ഇവിടെ ഈ ഷാക്ക് എന്നാണ് പറയുക. ഈ ബീച്ചിലുള്ള ഈ ഹോട്ടൽസ് അല്ലെങ്കിൽ ബാർ എന്താ നിങ്ങൾക്ക് പറയാമെന്നാണ് അതല്ലേ ബാഗ ബീച്ച് ഷാക്ക് എന്നാണ് പറയുക. ഇപ്പോൾ ഈ ഷാക്കുകളിൽ പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിച്ചിരുന്നു പണ്ടൊക്കെ. പിന്നെ അത് ഇങ്ങനെ ഓരോരോ റൂൾസ് റെഗുലേഷൻസ് ആയിട്ട് അതിങ്ങനെ മെല്ലെ നിന്നുകൊണ്ടിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഉണ്ടായിരുന്നു, പിന്നെ ഇല്ലാണ്ടായി, പിന്നെ ഉണ്ടാവും, പിന്നെ ഇല്ല. അത് ഇങ്ങനെ ഓരോ റൂൾസും വരാണ്. പിന്നെ ക്യാൻഡിൽ ഈ ഡിന്നർ ഇത് ഇങ്ങനെ സ്ഥിരമായിട്ടുള്ളതാണ്. ഇതിവിടെ നമുക്ക് ക്യാൻഡിൽ ഡിന്നറിൽ ആ ടേബിളിൽ നമുക്ക് ഇരിക്കാം, എത്ര ഇരിക്കാം. ആ ഇരുന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം മെനു അനുസരിച്ച് ഓർഡർ ചെയ്ത് കഴിക്കാം.
അതാണ് ഡിന്നറിനുള്ളത്. നല്ല രസമാണ്. നമ്മൾ ആലോചിച്ച് ബീച്ച് വിത്ത് മൂൺലൈറ്റ് വൈബ് ക്യാൻഡിൽ അടിപൊളിയാണ്. ശരിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. റൂമിൽ പോയി റെസ്റ്റ് ചെയ്യണം, രാവിലെ കാണാം. ഞങ്ങളിപ്പോൾ ഇതാ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് റിസപ്ഷനിൽ ബാഗും വെച്ചിട്ട് ഞങ്ങളുടെ ഇടയ്ക്ക് പോകാൻ പോകുന്നത് ഓൾഡ് ഗോവയിൽ പോയിട്ട് ഞങ്ങൾ പിന്നെ വാഗ ബീച്ച് പോകുന്നുണ്ട്. വാഗ ബീച്ചിൽ പോയതിന് ശേഷം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേണം ഞങ്ങൾ തിരിച്ച് പോകാൻ. ഓൾഡ് ഗോവയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ മുഖത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ വന്ന ഹോട്ടലിൽ തന്നെ വന്നിരിക്കുകയാണ്. ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഓൾഡ് ഗോവയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു നീണ്ടു കിടക്കുന്ന ഫ്ലൈ ഓവറാണ്. ഇവിടെ ഒരു പോകുന്ന വഴിക്ക് ഒരു ഹാർബർ പോലെയുള്ളൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ അവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് പോകുന്ന വഴിക്ക് കസിനോ കാണാൻ പറ്റും. ചൂതാട്ടമൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഓൾഡ് ഗോവയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് സിനിമയിലൊക്കെ കാണുന്ന ഇമാക്കുലേറ്റ് ചർച്ച് കാണാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ഉള്ളിലൊന്നും കയറിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് പുറത്ത് നിന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേഗം പോകുന്നതാണ്. ഗോവയിലൊരു ഫീസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് വന്നതാണ്. ഫുൾ പർച്ചേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഞങ്ങൾ ഇതിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര റഷാണ്. എങ്ങനെ? അപ്പൊ ഇത് മാസത്തിലുണ്ടാവോ? കൊല്ലത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഈ മാർക്കറ്റ് ഉണ്ടാവുള്ളൂ. ആ, ഒരു 1400 വർഷത്തോളം പഴക്കമുള്ള പള്ളിയാണ് ഇത്. ഇതാണ് പള്ളി. അപ്പോൾ നമ്മുടെ ഈ പള്ളിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇത്രയും ക്യൂ അവിടെ കാണുന്നുണ്ട്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ഇതാണ്. കണ്ടിട്ട് ഇവിടെ വന്നതിലാകെ കാണാനുള്ളത് മാത്രമാണ് കണ്ടു. ഇതാണ് ഓൾഡ് ഗോവയിലെ ഏറ്റവും വലിയ ചർച്ച്, സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. നമ്മൾ ഗോവയിൽ പോവുകയാണെങ്കിൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ബാഗ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ബീച്ചിൽ ഇറങ്ങാൻ പോവാണ്. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ സീറ്റ് അവൈലബിൾ ആണ്. ബെഡ്സ് അവിടെ നമ്മൾ ക്യാഷ് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിടക്കാനൊക്കെ പറ്റും, റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പരിപാടിയൊക്കെ കഴിഞ്ഞ് വണ്ടി തിരിച്ചു കൊടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. 9 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു ട്രിപ്പായിരുന്നു. പക്ഷേ വെയിലാണ് സഹിച്ചു കൂടാൻ പറ്റാത്തത്. നമുക്ക് അധികം ബീച്ചൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.